നമസ്കാരം. ഞാൻ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുന്നത് ചിക്കൻ ദം ബിരിയാണി. എങ്ങനെ നമുക്ക് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം? ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചേർത്ത് അരച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതുപോലെ സവാള കുനുകുനയെ വട്ടത്തിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആകൃതിയിൽ നമുക്ക് അരിഞ്ഞ് ചേർത്ത് ഇതുപോലെ നല്ലതായിട്ട് ഇങ്ങനെ വേവിക്കണം, വെന്തെടുക്കണം. നല്ല വഴറ്റി വന്നതിന് ശേഷം അതിനകത്ത് മല്ലിയില പുതിനയില ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി, അങ്ങനെ ഇളക്കുമ്പോൾ ഇതിൻ്റെ മണം, വേറെ എസൻസ് ഒന്നും ഈ ബിരിയാണിക്ക് ചേർക്കേണ്ട, മല്ലിയിലയുടെയും പുതിനയിലയുടെയും മണം ഈ ഗ്രേവിയിൽ പിടിക്കും. അങ്ങനെ നമുക്ക് നല്ലൊരു മണം രുചി ഒക്കെ കിട്ടും. ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് നമുക്ക് ഇളക്കി സവാള നല്ലതുപോലെ വഴറ്റി ഇതേ പരുവത്തിന് എടുത്തതിന് ശേഷം തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി ഒന്ന് റെഡിയാക്കി ഇങ്ങനെ ശരിയാക്കണം. ഇതുപോലെ വീണ്ടും പറയുന്നു, ഗ്രേവി നല്ലതുപോലെ വേകണം. ഇതേ പരുവത്തിന് വേവിച്ചെടുക്കണം. എടുത്തതിന് ശേഷം നമ്മുടെ രുചിക്കും എരിക്കും എങ്ങനെയാണോ നമുക്ക് ടേസ്റ്റ് അതിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം മിക്സ് ചെയ്ത് പൊടിച്ചു വെച്ച ഗരം മസാല ഇത് ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ ഗ്രേവിയിൽ കിടന്ന് ഈ മസാലയൊന്ന് വേകണം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഇങ്ങനെ ചെയ്യണം. നല്ല മൂപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ തൈരും മഞ്ഞപ്പൊടിയും ചേർത്ത്, തൈര് പാകത്തിന് ഒരുപാടാവരുത്, ഒരു പുളി ഉള്ള തൈരാണെങ്കിൽ കുറച്ച് മതി, മിക്സ് ചെയ്ത് വെച്ച് 1 മണിക്കൂറെങ്കിലും ചിക്കൻ അങ്ങനെ വയ്ക്കണം. ചിക്കൻ സ്മൂത്താവും, ടേസ്റ്റ് കിട്ടും, പെട്ടെന്ന് വേവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതേ പരുവത്തിനായ മസാലയിൽ ഇട്ട് കൂട്ടി യോജിപ്പിച്ച് അടച്ചൊന്ന് വയ്ക്കണം. ഇങ്ങനെ അതെ. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഒന്ന് മസാലയൊക്കെ ഈ ചിക്കൻ കുട്ടനെ മസാലയോടൊന്ന് പിടിച്ച് റെഡിയാക്കി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ ഈ പരുവത്തിനെത്തും. അടച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ ആവിയുടെ വെള്ളം എല്ലാം ഇറങ്ങി, വെള്ളം ചേർക്കേണ്ട, ചെറിയ തീയിൽ ഇങ്ങനെ വച്ച് വേവിക്കണം. ഇങ്ങനെ വേവിച്ചെടുക്കണം. ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്, വെള്ളമെല്ലാം മാർന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അരി വേവിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ അരി വെള്ളം കുതിർക്കാൻ വിടണം. ഇട്ടതിന് ശേഷം മാത്രമേ 1/4 പരുവത്തിന് അരി വെന്ത് കഴിയുമ്പോൾ ഇതേ പരുവത്തിനെത്തുമ്പോൾ നമുക്ക് ദമ്മിടാം. 1/4 പരുവം വേവിച്ച ബസുമതി റൈസ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മകനാണ്. എൻ്റെ ആദ്യത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട്, ക്ഷമിക്കണം. ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോയെന്ന് എൻ്റെ ഒരു ശ്രമം. ഞാനൊരു ആർട്ടിസ്റ്റാണ്, നാടക നടനാണ്. ഒരു 1-2 നാടകങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു വരുന്നു. നാടകമില്ലാത്ത സമയത്ത് മുഴുനീളം പരിപാടി എനിക്കിതാണ്. അപ്പോൾ എങ്ങനെയും ജീവിക്കണം, ആരുടെയും മക മോട്ടിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും ജീവിക്കണം. പിന്നെ ഈ ഒരു ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കി തരുന്നതിന് 130 രൂപ വെച്ച് ഞാൻ വാങ്ങും, ദം ബിരിയാണി. പിന്നെ ദം അടിക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിന് നെയ്യ്, എസൻസോ കളറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കളറും എസൻസും ഇല്ലാതെ രുചികരമായ ബിരിയാണി നമുക്കുണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ദം അടിച്ച് വയ്ക്കുന്നു. അടിയിൽ നിന്നും ചിക്കൻ വെന്ത മണം ഇങ്ങനെ മുകളിലോട്ട് ഓരോ ചോറിലും പിടിക്കും. ക്യാപ്സിക്കം ഇടുന്നു, മല്ലിയിലയും പുതിനയിലയും ഇടുന്നു, ക്യാരറ്റ് അരിഞ്ഞതിടുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനം, ഫ്രൂട്ട്സ് ഇടാം, പൈനാപ്പിൾ ഇടാം, അണ്ടിപ്പരിപ്പിടാം,
പൈസ ഉള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. സവാള അരിഞ്ഞ് മൂപ്പിച്ച് അതിടാം. വീണ്ടും പറയുന്നു, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, നിങ്ങൾ കാണണം. തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട്. പരിമിതമായ ചുറ്റുപാടിൽ നിന്നെടുത്ത വീഡിയോ ആണ്. ഞാനൊരു വ്ളോഗറല്ല, ശ്രമിക്കുന്നു ഇത് മാത്രം. ഇങ്ങനെയാണ് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു അരമണിക്കൂർ വച്ച് ഒരു 10 അടിയിലുള്ള ആവി മൊത്തം മേളിൽ വരണം. ആകട്ടെ, ആവിയെല്ലാം മേളിലോട്ട് വന്നു. ചിക്കൻ ദം ബിരിയാണി ഞാൻ വാങ്ങി മിക്സ് ചെയ്യുകയാണ്. അടിയിലുള്ള ചിക്കൻ ഇങ്ങനെ പൊടിയാതെ എടുത്ത് ഒന്നും ചെയ്യത്തില്ല. ചോറ് വേകാൻ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. അപ്പോൾ ചോറ് തമ്മിൽ ഒട്ടത്തില്ല. സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി റെഡി. ഒരു മായവും ചേർക്കാതെ രുചികരമായി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആവശ്യമുള്ളവർ വിളിക്കുക. 130, 140 റേറ്റിന് ഞാൻ ഉണ്ടാക്കും. ആളും തരവും കാണുന്നത് പോലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. സന്തോഷത്തോടെ നിങ്ങൾക്ക് കഴിക്കാം. എന്നെയും നിങ്ങൾ കൂടെ ഹെൽപ്പ് ചെയ്യണം. ഇതാണ് ഇതിനെ തലശ്ശേരി ദം ബിരിയാണി, ജപ്പാൻ ബിരിയാണി എന്നൊക്കെ വിളിക്കും. പക്ഷേ ഇത് മുണ്ടണി ദം ബിരിയാണി. നിങ്ങളുടെ പൈസയ്ക്ക് മുതലായ സാധനം സ്വാദിഷ്ടമായ രീതിയിൽ ഒരു മായവും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കി തരുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. അപ്പോൾ ഇങ്ങനെയും ഞാൻ ജീവിക്കും. സ്നേഹം, സന്തോഷം. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതം. ഇങ്ങനെ പല പണികളും അറിയാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സന്തോഷം.